നമസ്കാരം. കിറ്റി കാറ്റ് ആരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് തുടങ്ങുന്നത് തൊട്ടുള്ള 24 മണിക്കൂർ. ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡ്സ് ഇപ്പൊ ഇത് സ്ഥിരമായിട്ട് ഈ കാർഡ് വരുന്നുണ്ട്. കുറച്ച് ട്രിവിലിറ്റി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാവും, എന്തെങ്കിലും തരത്തില് വെള്ളം അടിക്കുകയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ ശാരീരികമായിട്ട് തകർക്കുന്ന ഒരു അഡിക്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ദുരിതം ഉണ്ടാകും. അതിനുള്ള ഇനീഷ്യൽ സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ അഡിക്ഷൻ കൊണ്ടുള്ള പ്രശ്നം തുടങ്ങുമെന്നാണ് പറയുന്നത് കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടാണോ ഭഗവാനെ? ഓക്കെ, അപ്പോ രണ്ടാമത്തെ സെറ്റ് ഓഫ് കാർഡ്സ് വരുന്നത് നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോകാൻ, അല്ലെങ്കിൽ ആരെങ്കിലും അറേഞ്ച് ട്രിപ്പ് പോകാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ട്രിപ്പ് പോലെയാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ നിങ്ങൾ ചിലപ്പോ ആ വഴിക്ക് ആരെങ്കിലും കിടപ്പ് രോഗിയായ ആരെങ്കിലും മീറ്റ് ചെയ്യേണ്ടിയും കൂടി വരുമായിരിക്കാം. ചിലപ്പോ ഒരു കിടപ്പ് രോഗി, നിങ്ങളുടെ ഒരു അമ്മുമ്മയ്ക്കോ അപ്പൂപ്പനോ ആരെങ്കിലും, ഒരു അങ്കിളിനോ ആരെങ്കിലും ഒക്കെ ഒരു ഫാം ഹൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് പുറപ്പെടുമെന്നാണ് പറയുന്നത്. കിടപ്പ് രോഗി എന്ന് പറഞ്ഞാൽ വയസ്സായ ഒരാളായിരിക്കാം, സ്ത്രീയാണ്. പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യാനാണ് പോകുന്നതെന്നാണ് പറയുന്നത് 24 മണിക്കൂർ. അപ്പൊ നിങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് യാത്ര പുറപ്പെടുമെന്ന് പറയുന്നുണ്ട് 24 മണിക്കൂറിനുള്ളിൽ. അതൊരു പ്ലഷർ ട്രിപ്പും കൂടെയാണ്, എന്നാൽ ഇങ്ങനെ ഒരാളും കൂടെ അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ പ്ലഷർ സീക്കേഴ്സ് വന്നിട്ടുണ്ട്, കൊള്ളില്ലാത്ത ആളുകളാണ്. ഈ പ്ലഷർ സീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവരുടെ സ്വാർത്ഥത. ഇപ്പം നല്ല പൈസയുള്ള ഒരാളാണ് ഉണ്ടെങ്കിൽ അയാൾ എല്ലാ ദിവസവും പാർട്ടി പബ്ബിൽ പോവുക, ആൾക്കാർക്ക് മീൻസ് അവർക്ക് വേണ്ട ഫുഡും ഇതെല്ലാം അറേഞ്ച് ചെയ്യും. അപ്പൊ കുറെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ പോകുന്നുണ്ട്, പേ ചെയ്യുന്ന ഒരാള്. അപ്പൊ അയാളുടെ കൂടെയുള്ള ഈ ആളുകളെയാണ് പ്ലഷർ. അവരൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അവർ വെറുതെ ഈ വ്യക്തിയുടെ കൂടെ, കാരണം കാര്യങ്ങൾ നടന്നു കിട്ടും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതില് ചിലപ്പോ ഇങ്ങനെ നടക്കുന്ന ഒരാൾക്ക് ഭാര്യയെ നഷ്ടപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട്. ഭാര്യ വിഷമിച്ച് ഭയങ്കര സങ്കടപ്പെട്ട് ഇയാളുടെ ഈ സ്വഭാവം കൊണ്ട്, സ്ത്രീയോ പുരുഷനോ സ്വഭാവം കൊണ്ടാണ് ഈ വ്യക്തി അയാളുടെ ഭാര്യ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭാര്യയെ നഷ്ടമാകാനുള്ള, ചിലപ്പോ ഭാര്യ ഇറങ്ങി പോകുമായിരിക്കും. പക്ഷെ ഇതൊരു വിഡോവറാണ് കാണിക്കുന്നത്. വെച്ചാൽ ഭാര്യ മരിച്ച ഒരാളെ, ചിലപ്പോ ഭാര്യ മരിച്ച ഒരാളായിരിക്കാം ഈ പൈസ ചെലവാക്കുന്നത്. അയാൾക്ക് ദുഃഖമുള്ളത് കൊണ്ട് ഇയാൾ എന്നും വെള്ളം അടിക്കുമായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ കുറെ പേരുണ്ട്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോ അതിന്റെ ഓർമ്മ ദിവസം